ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഒരു ആറ്റുകാൽ പൊങ്കാല നടക്കുന്നു. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ഒരു പയ്യൻ അവന്റെ ചേച്ചിയുടെ അടുത്ത് പറയുകയാണ്, ചേച്ചി എനിക്ക് കുമ്പിളപ്പം ഉണ്ടാക്കണം. അപ്പൊ ഈ ചേച്ചി ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഈ പയ്യൻ പറഞ്ഞത് കേട്ടിട്ട് പയ്യ ഇലയൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ അത് മടക്കി ചുരുട്ടി ഈ ചേച്ചി കുമ്പിളപ്പം ഉണ്ടാക്കി. ആ പയ്യനെ വിളിച്ച് ആ കുമ്പിളപ്പം സെറ്റ് ആയിട്ടുണ്ട്, നീ വന്ന് കഴിക്കണം. പക്ഷേ ഈ പയ്യൻ ഒരുപാട് ടയേർഡ് ആയിരുന്നത് കാരണം വൈകുന്നേരം ചെല്ലാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഒരു 5 മിനിറ്റ് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പയ്യൻ അടുത്ത ദിവസം രാവിലെ വരെ കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ഈ തെരളിയപ്പത്തിന്റെ കാര്യം, ഈ വയണയപ്പത്തിന്റെ കാര്യമേ മറന്നുപോയി. ഈ ചേച്ചിക്ക് സ്വാഭാവികമായും ആ പയ്യനോട് ഒരു ദേഷ്യം വരൂലേ? ആ പയ്യനാണ് ഞാൻ. എനിക്ക് വേണ്ടി ആ വയണയപ്പം ഉണ്ടാക്കിയ ചേച്ചിയാണ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി എന്നെ എടുത്തിട്ട് പൊങ്കാല ഇട്ട് ഗൈസ്. ഞാൻ ശരിക്കും അതിന്റെ മൈൻഡിൽ നിന്നേ പോയി ഗൈസ്. എന്തോ ഒരു തിരക്കിലങ്ങ് ആയിപ്പോയതാണ്. അങ്ങനെ ഇപ്രാവശ്യം ഷെഡ്യൂളിൽ വന്നപ്പോഴത്തേക്കും മഞ്ജു ചേച്ചി ആണെങ്കിൽ ഭയങ്കര കലിപ്പ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈശ്വര വയണയപ്പം കഴിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ അമ്മ ചേച്ചിയെ സോപ്പിടാനായിട്ട് എന്തായാലും ഞാൻ കഴിക്കാത്തതല്ലേ, ചേച്ചി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അപ്പോ ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് ചേച്ചിക്ക് വേണ്ടി വയണയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? എന്താണ്? എനിക്ക് വയണയപ്പം ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ അമ്മ പറഞ്ഞു തരും, ഞാൻ വയണയപ്പം ഉണ്ടാക്കും. എന്നിട്ട് ചേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഈ സഹോദരനോട് ചേച്ചി ക്ഷമിക്കണം ചേച്ചി എന്ന് പറ. അല്ല എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മ? എനിക്ക് നീ മറക്കുന്ന ഭക്ഷണകാര്യത്തിന് മാത്രമേ നീ മറക്കാറുള്ളൂ. അല്ല, ഞാൻ ഭക്ഷണകാര്യം മാത്രമേ ഓർമ്മയുള്ളൂ എനിക്ക്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നീ മറക്കാറുള്ളൂ. ഞാൻ പൊതുവെ എനിക്ക് മറവി കൂടുതലാണ്. അത് അമ്മയ്ക്കറിയാം ഗൈസ്. കാരണം അമ്മ പലതും ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അത് മറന്നു പോകും. അപ്പൊ ഈ മറവി മാറ്റാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഗൈസ്. ഈ കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് പല കാര്യങ്ങളിലും മറവി ഉണ്ട്. അത് എൻ്റെ കൂടപ്പറപ്പാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഒരു വയണയപ്പം ഉണ്ടാക്കാൻ പോവാണ്. കുമ്പിളപ്പം നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് പഴവും മാവും ഒക്കെ വെച്ച് ഉണ്ടാക്കണതാണല്ലേ മാം? മാവ്, തേങ്ങ, പഴം, ശർക്കര, ഏലക്ക, ഇത്രയും സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇതിനാദ്യം നമ്മൾ പോയി വയണ ഇല ഇറക്കണം. അപ്പോൾ കുറച്ച് ഒറ്റയ്ക്ക് ചെയ്യണം. എടുത്തോണ്ട് വന്നിട്ട് തേങ്ങ തിരുവി ശർക്കര ഉരുക്കി. ശർക്കര ഉരുക്കണോ? തേങ്ങ തിരുവണോ? ഓഹോ, അല്ല ഞാൻ ചെയ്യും. ഇതുപോലെയല്ലേ അവിടെ ആദ്യം ഇല എടുത്തോണ്ട് വന്ന് വെക്കണം. അത് കഴിഞ്ഞിട്ട് തേങ്ങ തിരുവി വയ്ക്കണം, ശർക്കര ഉരുക്കണം, എല്ലാം നീ തന്നെ ചെയ്യണം. എന്നിട്ട് ഞവടി റെഡിയാക്കി ഇല കോട്ടി അതിൽ ഈർക്കില് കുമ്പളം റെഡിയാക്കി. ഓക്കെ, ആദ്യം ഇല പറിക്കും. ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കും. നിനക്കും തരും ഞാൻ കുമ്പളപ്പം. നിനക്ക് വേണ്ടി അടിക്കും ആക്രി കുമ്പളപ്പം. അല്ല, ഞാൻ ഉടച്ചോളാം. ഓക്കെ, ആദ്യം പോയി ഇല ഇറക്കട്ടെ ഗൈസ്. ഗോസി, വി ആർ ഗോയിങ് ടു മേക്ക് കുമ്പളപ്പം. യു നോ ദിസ് കുമ്പളപ്പം? നിനക്ക് ഇഷ്ടമാണോ കുമ്പളപ്പം? ദിവസം അയച്ച് നമുക്ക് പുറത്തൊന്നും പോണ്ട ഗൈസ്. വയണ ഇലയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വലിയ വയണ ഇല ഉള്ള ഒരു മരമുണ്ട്. ഇതിനെ നിങ്ങൾ അവിടെ എന്ത് ഇലയാണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് വെച്ചാണ് നമ്മൾ കുമ്പളപ്പത്തിന്റെ കോട്ടിങ് ഉണ്ടാക്കുന്നത്. നിങ്ങളവിടെ ഈ ഇല ഉണ്ടോ? എന്താണ് ഈ ഇല നിങ്ങളവിടെ പറയാറുള്ളത്? ഇത് ഒരു 10 എണ്ണം ഞാൻ പറയട്ടെ. 10 കുമ്പളപ്പം മതി. 10 പോരെ? എത്ര എണ്ണം വേണം? 25 എണ്ണോ? അപ്പൊ 25 ഇല ഞാൻ പറിക്കട്ടെ സുഹൃത്തുക്കളെ. നല്ല ഇല നോക്കി എടുക്കാം കേട്ടാ. ഇത് കൊള്ളൂല, ഇത് തീരെ ചെറുതായിപ്പോയി. ഇത് കാണാൻ ഒരു ഭംഗിയില്ല. നല്ല ഇലയൊക്കെ ഇവിടുത്തെ ആറ്റുകാൽ പൊങ്കാല വരണ സമയത്ത് നമ്മൾ പറിച്ച് ഓരോ ആൾക്കാർ കൊടുത്തു കളഞ്ഞു ഗൈസ്. അതാണ് പ്രശ്നം. ഈ ഇല കൊള്ളാം. ഇതുപോലത്തെ ഇലയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലത്തെ ഇല എടുത്തിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. ഇതെന്തല്ലേ ഇതിൻ്റെ ബാക്കി ഇരിക്കണത്? അതിലും പൊത്തലിശ നല്ല ഇലയൊക്കെ ഇവിടെ നല്ല ഇല കാണാനില്ല. ഇത് കൊള്ളാം, ഈ ഇല കൊള്ളാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു 10-25 എണ്ണം പറിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ, ഓക്കെ, ഇല അക്വയർഡ്. അമ്മ ഇല പറിച്ച് ഇനി എന്ത് ചെയ്യണം? 20 എണ്ണം മതി അമ്മ. അത് നമുക്ക് വേണോ? 25 എണ്ണം പറിക്കാൻ പറഞ്ഞ 20 എണ്ണം പറിച്ചില്ലേ? ചേച്ചിക്ക് 5 എണ്ണം, അമ്മയ്ക്ക് 5 എണ്ണം, അച്ഛൻ 5 എണ്ണം, എനിക്ക് 5 എണ്ണം. വേറെ ആരും ഇല്ലേടാ ഇവിടെ. അപ്പൊ എനിക്ക് വേണ്ട. നമ്മള് ചെറുതായിട്ടുണ്ടാക്കി. എനിക്ക് പേടി, കൂടുതൽ ഉണ്ടാക്കി ഞാൻ കുളമാക്കും. ഇല്ല, ഞങ്ങൾക്ക് സഹായിച്ചു ഇനി എന്ത് ചെയ്യണം? ഈർക്കിലും വേണോ? പിന്നെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്ത ചേച്ചി ഡയറ്റാണ്. അപ്പൊ ഡയറ്റ് മുടങ്ങി കഴിഞ്ഞാൽ അത് വിഷമാവൂലേ? പിന്നെ ഒന്ന് തിന്നൂല്ലേ? ഒന്ന് തിന്നാ തിന്നു. അമ്മ ഒന്ന് തിന്നൂല്ലേ? ഒന്ന് തിന്നു. മോളില്ലേ അവിടെ? ഇല്ല, അവള് ഇറ്റലിയില്. വേറെ ആരും ഇല്ലേ അവിടെ? അച്ഛനുണ്ട്.
അച്ഛൻ ഒന്ന് തിന്നു. അപ്പൊ 3 കുമ്പിളപ്പം അല്ലേ ആയുള്ളു. ചുമ്മാ ഞാൻ എടുത്തോണ്ടേ ഇലയും ഈർക്കിലും അല്ലേ? വേണ്ട ഞാൻ ഓ ശരി, പൊട്ടിച്ചു. ഇത് പൊട്ടിച്ച് ഇതിന്റെ അകത്തോട്ടിടണോ? എന്ത് കത്തി വെച്ച് പൊട്ടിക്കാനാ? ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനകത്ത് പൊടിച്ചിടണം അല്ലേ? ശർക്കര ഞാൻ കൈ കൊണ്ട് പൊട്ടിച്ചാ മതിയാ? അത് എളുപ്പം. കത്തി ഉണങ്ങി ചിലപ്പോ ഇനി മുറിച്ചാലോ. ഇങ്ങനെ പൊട്ടിച്ചാൽ കുറച്ചുകൂടെ പൊട്ടണോ? മതിയാ? ഇത് എത്ര പൊട്ടിക്കണം? ഓക്കെ, ശർക്കര പൊടിച്ചത് ഇട്ടു. എന്നിട്ട് ഇനി ഇതിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട്. മതിയോ? ശർക്കര എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുക. ഓക്കെ, തീയിട്ടതിന് ശേഷം ഓക്കെ, അത് ഉരുകണ സമയം ഞാൻ വീർക്കിൽ എടുത്തോണ്ട് വരട്ടാ? അല്ല, ഞാൻ ഇരിക്കാം. ഇതിപ്പോ ഉരുവോ? ഇത് പെട്ടെന്ന് ഉരുവോ? അവിടെ ഇരുന്ന് ശർക്കര ഉരുകുമ്പോഴത്തേക്കും നമുക്ക് വയണയപ്പത്തിന്റെ കുമ്പിള് കോട്ടിയിട്ട് അത് കോർത്ത് വെക്കാനായിട്ടുള്ള ഈർക്കിലെടുക്കാം. അപ്പുറത്തെ പണേ ചാറട്ട്. യുനോ ഗൈസ്, ദിസ് ഈസ് എ കുട്ടി തെങ്ങ്. ആൻഡ് കുട്ടി തെങ്ങ് മീൻസ് കുട്ടി ഓല. ആൻഡ് ദീസ് ആർ ദ ഓല നമ്മൾ പറിക്കേണ്ടത്. പണ്ടൊക്കെ ഉള്ള കൊച്ചിലെ ഈ വീട്ടിൻ്റെ 7 അയലത്തുള്ള ഒരു തെങ്ങി പോലും നമ്മൾ ഒരു ഈർക്കിൽ ബാക്കി വെച്ചേക്കൂലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നാക്ക് പഠിക്കാൻ നേരമാകുമ്പോൾ ഒരു ഈർക്കിൽ തൂക്കാനായിട്ട് ഈ പണ എത്രയും നടന്ന് ഈർക്കിലെടുത്തിട്ടാണ് പണ്ടൊക്കെ നാക്ക് പഠിച്ചോണ്ടിരുന്നത്. പിന്നെയൊക്കെയല്ലേ ടങ് ക്ലീനറൊക്കെ വന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈർക്കിൽ വെച്ച് നാക്ക് പഠിക്കാൻ എന്നൊരു ടെക്നോളജി ഉള്ള കാര്യം പോലും അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈർക്കിലെടുത്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട ഉടച്ച് ഉരുക്കായിട്ടിരുന്ന ശർക്കര ഏകദേശം ഉരുകിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനി ഇതിനകത്ത് കുറെ കട്ടുകൾ കിടപ്പുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് ഉരുകട്ടെ. ഓ, ഒറ്റ വെട്ടിന് ഞാൻ പൊട്ടിച്ചമ്മ. ഒരു വെട്ടും കൂടെ വിടണം. ഹായ്, ഇല്ല കുഴപ്പമൊന്നും പറ്റിയില്ല. പൊട്ടു തേങ്ങ. അതെന്തമ്മ ഇത് മുറ്റു തേങ്ങ? പൊട്ടി. ഏത് മുറ്റനായാലും നെട്ടൂരാനോടാണോടാ തേങ്ങേ നിന്റെ കളി. തേങ്ങാപ്പൊടി വായിൽ പോയാൽ വയറിളകും. ഞാൻ ഉടച്ച 4 തേങ്ങയാണ് കേസ്. എങ്ങനെയുണ്ട്? അല്ല, 2 തേങ്ങയാണ് കേസ്. എന്ത് ഭംഗിയായിട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ പൊട്ടിച്ചെടുത്ത തേങ്ങയിൽ നിന്നുള്ള തേങ്ങാ വെള്ളമാണ് സുഹൃത്തുക്കളെ ഞാൻ കുടിക്കാൻ പോകുന്നത്. ആഹാ, പൊളിക്കാച്ചി സാധനം. ഓക്കെ, തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ശർക്കര ഉരുകി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നമ്മൾ ഈ അരിപ്പ് വെച്ച് ഇതിനകത്തോട്ട് അരിച്ചൊഴിക്കണം. ഇങ്ങനെ എടുക്കുക. എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആഹാ, ഇതിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡി. അയ്യോ, ഡീഹൈഡ്രേഷൻ. എൻ്റെ പൊന്നു ചൂടേ, ഈർക്കിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേസ്. അല്ല, ഈ വിരൽ ഞാൻ ഉപയോഗിക്കണല്ലോ. ഇല്ല, ഞാൻ പിടിക്കണോ? എനിക്ക് വിരലറിയ കിട്ടി. എന്റെ ആ വിരൽ എന്റെ 7 അയലത്ത് വരണില്ല കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെയാണ് കത്തി പിടിക്കണത്. ഓക്കെ, 1 ഈർക്കില് 2 ഈർക്കില്. ഈ തുറപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മ നമ്മളിങ്ങനെയല്ലേ അരിയണത്. അതിന്റെ ഓർമ്മയൊക്കെ വന്നു എനിക്ക്. ഓക്കെ, 4 ഈർക്കിലും നമ്മൾ എടുത്ത് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണോ അമ്മ? ഇത് കഴുകിയിട്ട് വരാം. ഈർക്കിലും കഴുകിക്കൊണ്ട് വന്ന് ഇലയും കഴുകിക്കൊണ്ട് വന്ന് ഇനി നമുക്ക് തേങ്ങ തിരുമാം. കുറച്ചു കാലമായി കേസിന് തേങ്ങ തിരുമിയിട്ട്. തേങ്ങ തിരുമ. എനിക്കിത് കാണണം. എനിക്ക് മിസ്റ്റർ പോഞ്ഞിക്കരയുടെ ഓർമ്മയാണ് വരുന്നത്. എപ്പോൾ തേങ്ങ തിരുമിയാലും അപ്പം എനിക്ക് കല്യാണ സിനിമ ഓർമ്മ വരും. ഓക്കെ, ഇങ്ങനെ 4 മുറി തേങ്ങ നമ്മൾ തിരുമണം. നിങ്ങൾ വിചാരിക്കും എനിക്കിതൊന്നും അറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. പക്ഷെ സീക്രട്ടായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ അറിയാൻ കേസ്. പിന്നെ ചെയ്യൂലെന്നേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടി വരുമല്ലോ. അമ്മ അവിടെ ചിരിക്കണം. ഇതൊക്കെ അമ്മ എന്നെ കൊച്ചിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സാധനങ്ങളാണ്. സദ്യയൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ ഞാൻ കിടന്ന് വേരവും പേനയും. അപ്പം ഇതുപോലെ ഒരു തേങ്ങയിൽ നിന്ന് ഒരു ചിരവയിൽ നിന്ന് ഏതെങ്കിലും മൂലയ്ക്ക് ഇരുത്തിയേക്കും. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ എന്തോരം തേങ്ങയാണ് തിരുമേണ്ടി പറഞ്ഞെന്നറിയാമോ? ഇങ്ങനെ ഇരിക്കും ഗൈസ്. തേങ്ങ തിരുമ്മി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആകാം. ഞാൻ എന്തിനു കാണിച്ചാൽ ഒരുവിധം മലയാളികളായിട്ടുള്ളവരും ചോറ് തിന്നുന്നവരൊക്കെ ഈ ഒരു സാധനം കണ്ടു കാണും. ഞാൻ ഇനി ഈ 4 മുറി തേങ്ങ തിരുമിയിട്ട് വരാം. അതീവ സക്സസ്ഫുൾ ആയിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ ഞാൻ തേങ്ങ മൊത്തത്തിൽ ചിരണ്ടി എടുത്തിരിക്കുകയാണ് ഗൈസ്. കണ്ട, കുറച്ച് നേരം കൊണ്ട് തന്നെ ഞാൻ 4 തേങ്ങ മുറിയും ചിരണ്ടി സംഭവം സെറ്റാക്കി.
അമ്മ ഇനി എന്ത് ചെയ്യും? ഇല കൂട്ടി ഇല കൂട്ടണോ? ഇല കൂട്ടാം. അപ്പോൾ ഇല എടുക്കുക ഗൈസ്, ഇങ്ങനെ ചുരുട്ടുക. ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ ഈർക്കിൽ കുത്തിക്കയറ്റുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. ഇതിൻ്റെ അകത്താണ് നമ്മൾ കുഴച്ച മാവ് എടുത്തിട്ട് പിന്നെ അവിക്കാൻ വെക്കുന്നത്. തേങ്ങ തിരികെ ഞാൻ തളർന്ന് ഗൈസ്, പെട്ടെന്ന് തന്നെ വല്ല വർക്കൗട്ട് തുടങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ പാടുപെടും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ സെറ്റാക്കി എല്ലാ ഇലയും സെറ്റാക്കിയിട്ട് ഞാൻ വരാം. കണ്ട, ഇങ്ങനെ നമ്മൾ ചുരുട്ടി ഉണ്ടായിരുന്ന ഇലയിൽ നല്ലതെല്ലാം നോക്കിയെടുത്തിട്ട് നമ്മൾ കുമ്പിളുണ്ടാക്കി. ഇതിനകത്ത് ഈ കുമ്പിളിനകത്ത് അപ്പം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിനെ കുമ്പിളപ്പം എന്ന് പേര് വന്നത്. ഓക്കെ അമ്മ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? 2 നാഴി മാവ് ഇതിനകത്ത് ഇട്ടിട്ട് പാളയംതോടൻ പഴം ഉരിഞ്ഞ് ഇതിനകത്തോട്ട് ഇടണം. എത്ര എണ്ണം ഇടണം അമ്മ? 4 പാളയംതോടൻ പഴം നമ്മൾ ഇതിനകത്തോട്ട് എടുത്തിടുകയാണ് സുഹൃത്തുക്കളെ. ഒരെണ്ണം മാത്രമായിട്ട് ബാക്കിയിരിക്കണല്ലേ, അത് തിന്നാൻ. 4 പാളയംതോടൻ പഴം ഇട്ടിട്ട് നിൽക്ക് കൈ ഒന്ന് കഴുകിക്കോട്ടെ. കൈ കഴുകിയിട്ട് ഞാൻ പറട്ടാ, പുസ്കൂന്നും പറഞ്ഞു പോകുന്നു. അരിമാവിൽ പഴം ഇട്ട് നല്ലവണ്ണം ഞവടിയതിന് ശേഷം ശർക്കര, ഉരുക്കി വെച്ച ശർക്കര ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇളക്കുക. കൈ കൊണ്ട് ഇളക്കാൻ നിന്നാൽ പൊള്ളി വാരിയിരിക്കും. അതുകൊണ്ട് അമ്മ ബുദ്ധിപരമായി എന്നെ കൊണ്ട് തവി തന്ന് ഇളക്കിക്കുകയാണ്. ഒരുവിധം തവി കൊണ്ട് ഇളക്കി ചൂട് മാറി കഴിയുമ്പോൾ പിന്നെ കൈയിട്ട് വീണ്ടും വരവാം. ചൂട് ചൂടേ ചൂട്. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കുക. അളവില്ലാത്ത അത്രയും നെയ്യ് അമ്മ നിർത്താൻ പറയുന്നത് വരെ ഒഴിക്കുക. അപ്പോൾ തീർന്നല്ലേ, എന്നെ വിരലിട്ട് എടുക്കട്ടെ, വേണ്ടേ? നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഞവിടുക. ഏഴുമല പൂഞ്ചോല മാമനിക്ക് മണിമാല. ഇത്രയും ഒഴിച്ച് മധുരം നോക്കിയിട്ട്, മധുരം ലേശം കുറവാണെങ്കിൽ കംപ്ലീറ്റ് ശർക്കര പാനി ഇതിനകത്തോട്ടാക്കുക. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മധുരം ചേർക്കാം. നേരത്തെ ബാക്കി വെച്ചിരുന്ന പാളയത്തോടെ പഴം കൂടെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞവിടി ഇതിനെ സെറ്റാക്കണം. ഇത് ഇളക്കി വരുമ്പോൾ നമ്മളിതിനകത്ത് ഏലക്ക തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് മഴവില്ല് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഏലക്ക എക്സ്ട്രാക്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, എക്സ്ട്രാക്റ്റ് മതി. അത് ഈ ഫാമിലിക്കാർ നമ്മുടെ ഷോയിൽ ഗസ്റ്റ് വരുമല്ലോ ഗേസ്, അപ്പോൾ അതിൽ വന്ന ഒരു ഫാമിലി കാർഡമം എക്സ്പോർട്ടാണ്. അപ്പോൾ അവർക്ക് കാർഡമം എക്സ്പോർട്ട് മാത്രമല്ല, കാർഡമത്തിൻ്റെ പ്യുവർ എസൻസ് എടുത്തിട്ടുള്ള എക്സ്പോർട്ടുണ്ട്. അപ്പം അവർ തന്ന എക്സ്ട്രാക്റ്റ് ആയിരുന്നു ഇപ്പം അമ്മ ഒഴിച്ച 3-4 തുള്ളി. എല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കണ മാവ് കുമ്പിളിനകത്ത് നിറയ്ക്കണം. പക്ഷെ അതിന് മുന്നേ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഇഡ്ഡലി കുട്ടുകം വെച്ച് അതിൽ തീ കത്തിക്കണം. അത് കഴിഞ്ഞ് ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുമ്പിളപ്പത്തിൽ മാവ് നിറയ്ക്കാം. ലാസ്റ്റ് റൗണ്ട് ഇതൊന്ന് ഞാൻ ഇവിടെ സെറ്റാക്കിയതിന് ശേഷം ഒരു ഉരുള എടുക്കുക, അത് നല്ലതായിട്ട് ഉരുട്ടുക, എന്നിട്ട് ഈ കുമ്പിളിനകത്തോട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. പോരെ അമ്മ? നടുക്കൊരു ദ്വാരം കൂടി. അത്രയും വേണ്ടേ? ഓക്കെ, ചെറിയൊരു ദ്വാരം. അപ്പൊ പെട്ടെന്ന് അകം കൂടെ വേവ് വന്നു. ഇതിനെ മാറ്റി വെക്കുക. ഇതുപോലെ നമ്മൾ കോട്ടി എല്ലാ കുമ്പിളിലും മാവ് വയ്ക്കുക, നടുക്ക് ചെറിയൊരു തള്ളു കൊടുക്കുക. ഓക്കെ, ഞാൻ ഇത് കംപ്ലീറ്റ് നിറച്ചിട്ട് വരാം. കുമ്പിളെല്ലാം കോട്ടി മാവെല്ലാം നിറച്ച് കഴിയുമ്പോൾ ഇത് നേരെ കൊണ്ടുവരിക. അപ്പോഴത്തേക്കും ഇഡ്ഡലി കുട്ടകം ചൂടായി കാണും. ഇഡ്ഡലി കുട്ടകത്തിലോട്ട് ഇതല്ലേ അമ്മ തട്ടെടുക്കുക. ചൂട്. ഓക്കെ, ഒരു തട്ട് മതിയല്ല. തട്ട് വെച്ചതിന് ശേഷം നമ്മുടെ കുമ്പിളെല്ലാം ഓരോന്നായി അടുക്കുക. അടുക്കുന്നതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. നിങ്ങളുടെ കലാപകൃതി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ ഇവയെല്ലാം അടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ വെച്ചപ്പോൾ കാണിച്ച മണ്ടത്തരം പോലുള്ള മണ്ടത്തരം കാണിക്കാതിരുന്ന അത്രയും ബെറ്റർ. കണ്ടായിസെങ്കിൽ എന്ത് ഭംഗിയായിട്ട് ഞാൻ ചുരുട്ടി വെച്ചേക്കണമെന്ന്. ആദ്യം നമ്മൾ പതുക്കെ ഇട്ടു, പിന്നെ എനിക്ക് ടെക്നിക്ക് പിടികിട്ടി ഗൈസ്. ഇത് നിറച്ച് വെച്ചാൽ മതി. കുമ്പിളപ്പം എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഈ അടപ്പെടുക്കുക, ഇതിനെ അങ്ങോട്ട് മൂടുക. ഇനി ഇതിന് വേവാനായിട്ട് എത്ര നേരം കൊടുക്കണോ അമ്മ? ഇപ്പോൾ 6:45. ഇനി എത്ര നേരം കൊടുക്കണോ അമ്മ? ഒരു 20 മിനിറ്റ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 20 മിനിറ്റ് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തീ അണച്ച് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. വെന്തില്ലെങ്കിൽ കുറച്ച് നേരം അവിടെ വെക്കാം. തുറക്കുന്നു. ഓ, ആവി പറക്കുന്ന സ്വാദിഷ്ടമായ തെരളിയപ്പം കുറച്ചുകൂടെ വേണം അമ്മ. വെന്താ അമ്മ? സാധാരണ കളറ് വേറൊരു കളറാണല്ലേ വരണത്. അല്ലെങ്കിൽ ഇത്ര വേവ് മതിയാ അമ്മ? മതിയല്ലേ? കൊള്ളാം ഗൈസ്.
ഇത് ആദ്യത്തെ ഞാൻ കൈകൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ തെരളിയപ്പം നല്ല രുചിയുണ്ട്. തണുക്കുമ്പോൾ സെറ്റാവും അല്ലേ? അച്ഛമ്മയോട് ചോദിച്ചു നോക്കാം. അച്ഛമ്മയാണ് ഇതിലൊക്കെ എക്സ്പെർട്ട്. അച്ഛമ്മ ഇത് എന്താണെന്ന് നോക്കിയേ. കുറച്ചുകൂടെ വേണം അല്ലേ? അപ്പൊ വേവിക്കാം. അച്ഛമ്മ ഏഷ്യാനെറ്റിന്റെയും മഴവില്ലിന്റെയും പ്രധാന പ്രേക്ഷകയാണ് സുഹൃത്തുക്കളെ എന്റെ അച്ഛമ്മ. അച്ഛമ്മ ഞാൻ ഉണ്ടാക്കിയ തെരളിയപ്പമാണത്. കൊള്ളാവോ? വെന്ത് കഴിഞ്ഞാൽ സെറ്റല്ലേ? രുചി എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ടല്ലേ? കുറച്ചുകൂടെ വേവണം. നമുക്ക് വേവിക്കാം. തരിതരിപ്പുണ്ടല്ലേ? കുറച്ചുകൂടെ ഒന്ന് വേവട്ടല്ലേ? അത് കേട്ടാ മതി എനിക്ക്. ഇത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ വേറെ എവിടെ കിട്ടും ഗൈസ്? ആഹാ അഞ്ഞഞ്ഞ പാച്ചയെ ഇപ്പാച്ചി തേ കാണാനില്ല. അഞ്ഞഞ്ഞ പാച്ചയെ ഇപ്പാച്ചി കുറച്ചുകൂടെ വേണം അമ്മ. പിന്നെ അച്ഛമ്മ പറഞ്ഞ അരിയുടെ ആണോന്ന് അറിഞ്ഞുകൂടാ, ചെറിയ തരിതരി ഉണ്ടെന്നോ. ആണോ? മറ്റേ കട്ട് നമുക്ക് ചവയ്ക്കാൻ നല്ല പാടായിരിക്കും. ഇത് നല്ല പുട്ടിന്റെ മാവ്. ഇതെന്റെ അമ്മയുടെ ബുദ്ധിപരമായ നീക്കമാണ് സുഹൃത്തുക്കളെ. പുട്ടിന്റെ മാവിലാണ് നമ്മൾ തെരളിയപ്പം ഉണ്ടാക്കിയത്. മറ്റേത് ചവയ്ക്കാൻ പാടായിരിക്കും അല്ലേ? ഇതാകുമ്പോ അമ്മൂമ്മമാർക്കും കഴിക്കാം. ഉനാഗി. ഓക്കെ, ഇത് സെറ്റായി വരുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് വരാം. ഞാൻ കുളിച്ച് മുടുക്കനായി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛന് ഞാൻ ഉണ്ടാക്കിയ തെരളിയപ്പം കൊണ്ടുപോയി കൊടുത്തു നോക്കട്ടെ. എന്നിട്ട് നമുക്ക് മഞ്ചച്ചി കൊടുക്കാനായിട്ട് പോവാം. ദിസ് ഈസ് എ തെരളിയപ്പം. ഞാനുണ്ടാക്കിയ തെരളിയപ്പം. ഞാനുണ്ടാക്കിയത്. ഞാൻ വൈകുന്നേരം മുതൽ ഇതിന്റെ പറയുകയാണ് അച്ഛാ. ഇതിന്റെ കഥ എന്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് വ്ളോഗ് വരുമ്പോൾ മനസ്സിലാവും. പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ജെന്യുവിൻ ആയിട്ടുള്ളത് പറഞ്ഞോ. സാധാരണ തെരളിയപ്പം വെച്ച് നോക്കുമ്പോൾ ഈ തെരളിയപ്പം എങ്ങനെ ഉണ്ടെന്ന്. ഇത് നമ്മൾ ആറ്റുകാലമ്പലത്തില് പൊങ്കാലിടുമ്പോൾ തെരളിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് ഉണ്ട്. അത് കേട്ടാ മതി എനിക്ക്. അത് മാത്രം കേട്ടാ മതി സുഹൃത്തുക്കളെ. നമുക്കിനി പോവാം മഞ്ജു ചേച്ചിക്ക് തെരളിയപ്പം കൊടുക്കാൻ. അതെ അച്ഛാ, മഞ്ജു ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാൻ. ഓക്കെ സെറ്റ്. അത് മതി അമ്മ, അടച്ചോ. ഞാൻ വന്നിട്ട് കഴിക്കാം അമ്മ. പോവാ ചേച്ചി. ഹലോ, സോറി. അവന് തെരളിയപ്പം ഉണ്ടാക്കിയതറിയാലോ പ്രേക്ഷകരെ. ഇതവൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തെരളിയപ്പം ഒരു തെരളിയപ്പം പൊങ്കാലയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഈ മഹാബാബി കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ് പൊങ്കാല കഴിഞ്ഞിട്ട് ചേച്ചി ഞാൻ ദാ വരുന്നേന്ന് പറഞ്ഞ ആള് 5 ദിവസം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴും അവൻ ഓർക്കുന്നില്ല. ഞാൻ പിണങ്ങിയിരുന്നപ്പോ ചോദിക്കണേ എന്ത് ചേച്ചി എൻ്റെ അടുത്ത് പിണക്കുമെന്ന്. അതെങ്ങനെ ഉണ്ടായിരുന്നു തെരളിയപ്പം? ചേച്ചി ഇത് ഞാൻ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഇന്ന് വൈകുന്നേരം മുതൽ ഇതിന്റെ പിറകെയാണ്. നീ ഇത് തുമ്പ പറഞ്ഞോ, എന്നെ സോപ്പിടാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല, സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് ചേച്ചി. ചേച്ചി വിശ്വസിക്ക്. നിന്റെ അമ്മ സഹായിച്ചില്ല. കംപ്ലീറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ഇത് പറഞ്ഞു തന്നെ. അമ്മ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട്. ഇല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആയിട്ട് വരും. കൊള്ളോ? യെസ്. കൊള്ളോ? ചക്കരല്ലേ? ഞാൻ ശരിക്കും മറന്നുപോയോണ്ടാണ് ചേച്ചി. ഞാൻ അത് എന്റെ തലയിൽ അത് എന്താണ് വരാത്തേന്ന് അറിഞ്ഞുകൂടാ. ആണ് ചേച്ചിയാണ് വന്നത്. പായസം മാത്രം ഉണ്ടാക്കാനിരുന്നാണ്. അപ്പൊ ഇവൻ പറഞ്ഞു ചേച്ചി എനിക്ക് തെരളിയപ്പം ഉണ്ടാക്കി തരുമോ പ്ലീസ്. ചക്കരല്ലേ ചേച്ചി? സെറ്റല്ലേ? ചേച്ചി ചേച്ചി ഇങ്ങനെയായിരുന്നു. ക്യാമറ ഓണാവുമ്പോ ക്യാമറ ഓഫ് ആവുമ്പോ ക്യാമറ ഓണാവുമ്പോ ഉണ്ടാക്കുന്നില്ല ചേച്ചി, എനിക്ക് വേണ്ടി ഉണ്ടാക്കി പ്ലീസ് ചേച്ചി, ഞാനല്ലേ ചേച്ചി, അനിയനല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് ഇത് ഞാൻ തന്നെ പൊടിച്ചെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വന്നില്ല. പൊങ്കാലയ്ക്ക് 3 ദിവസം കഴിഞ്ഞ നമ്മുടെ ഷൂട്ടിന് പോയത്. ആ 3 ദിവസം വന്നില്ല. ഞാൻ വിളിച്ചില്ല, അവൻ വരുമല്ലേ എന്ന് അറിയാൻ വേണ്ടി. അമ്മ ഇത് കേട്ടപ്പോ പറഞ്ഞത് ഇത് നിനക്ക് സ്ഥിരമല്ലേ എന്നാണ്. എന്തായാലും ഇഷ്ടപ്പെട്ട അത് പറഞ്ഞാൽ മിഷൻ അക്കോംപ്ലിഷ്ഡ് സുഹൃത്തുക്കളെ. ടാറ്റ.